ദൈവം പകരട്ടെ. നമ്മുടെ തലമുറകളോർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവസന്നിധിയില് കാണപ്പെടുവാൻ തക്കവണ്ണം ജാതികളുമായി ഇടകലരാതെ ഹല്ലേലൂയ അന്യജാതിക്കാരുടെ ഭാഷകളും ഹല്ലേലൂയ രീതികളും ഹല്ലേലൂയ അവരുടെ ആരാധനകളും പഠിക്കാതെ വന്ന് സത്യ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവവഴി നടക്കുന്ന കുഞ്ഞുങ്ങളായി മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ അവരുടെ പഠനങ്ങളെല്ലാം സ്വർഗ്ഗത്തിലെ ഹല്ലേലൂയ വരാൻ പോകുന്ന ന്യായവിധിയിൽ ലോകം അവസാനിക്കും. ഈ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഈ രാത്രികാലം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ രാത്രികാലം യേശുക്രിസ്തുവിനെ രക്ഷിതാ ദൈവമായി സ്വീകരിക്കുന്ന രാത്രിയായി തീരട്ടെ. നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും സിസ്റ്റർ ലിൻഡ ജോസഫ്. ഒരു പാട്ട് ഇപ്പോൾ പാടും. ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ആയിരിക്കാം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. പാപച്ചീട്ട് നിന്നൻ പാദം പാറമേൽ നിർത്തിപ്പാട പുതുഗീതം തന്നതാ. സ്തുതി സ്തോത്രം സ്വീകരിപ്പാൻ യോഗ്യൻ നീ. വന്ദനം വന്ദനം വന്ദനം. പാപച്ചീട്ട് നിന്നൻ പാദം പാറമേൽ നിർത്തിപ്പാട പുതുഗീതം തന്നതാ. സ്തുതി സ്തോത്രം സ്വീകരിപ്പാൻ യോഗ്യൻ നീ. വന്ദനം വന്ദനം വന്ദനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. എന്നെ തേടി വന്ന ദൈവനെ, എന്റെ ശാപ തീർത്ത നല്ല നാഥനെ. എന്നെ തേടി വന്ന ദൈവനെ, എന്റെ ശാപ തീർത്ത നല്ല നാഥനെ. തിരുച്ചോര ചീന്തി എന്നെ വീണ്ടുതാൻ വന്ദനം വന്ദനം വന്ദനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. എന്റെ പേർക്കായി മരിച്ചെന്നാൽ മൂന്നാം നാൾ ഉയർത്തിന്നും താതൻ വല ഭാഗത്ത് പക്ഷവാദം ചെയ്യും മഹാസ്നേഹമേ. വന്ദനം വന്ദനം വന്ദനം. എന്റെ പേർക്കായി മരിച്ചെന്നാൽ മൂന്നാം നാൾ ഉയർത്തുന്നും താതൻ വല ഭാഗത്ത് പക്ഷവാദം ചെയ്യും മഹാസ്നേഹമേ. വന്ദനം വന്ദനം വന്ദനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം.
പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. എന്നെ തേടി വന്ന ദേവദേവനെ, എന്റെ ശാപം തീർത്ത നല്ല നാഥനെ, തിരുച്ചോര ചീന്തി എന്നെ വീണ്ടുതാൻ വന്ദനം വന്ദനം വന്ദനം. എന്നെ തേടി വന്ന ദേവദേവനെ, എന്റെ ശാപം തീർത്ത നല്ല നാഥനെ, തിരുച്ചോര ചീന്തി എന്നെ വീണ്ടുതാൻ വന്ദനം വന്ദനം വന്ദനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. യേശുരാജനിൻ തിരുപാദത്തിൽ വന്ദനം വന്ദനം വന്ദനം. പ്രാണനാഥനിൻ മുറിവിൽ സദാ ചുംബനം ചുംബനം ചുംബനം. Praise God. Amen. Praise the Lord. Thank you. God bless you. കർത്താവായി ശിരമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനം ദൈവജന ശുശ്രൂഷിപ്പാൻ പോകുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഭാഷ ഷാജി വർഗീസ് ന്യൂയോർക്ക് ദൈവദാസൻ വചനവുമായി ഹല്ലേലൂയ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്തോടെ നിങ്ങൾക്ക് ഒത്തൊരുമിച്ചെടുത്ത് പാതപിടുത്തിൽ കടന്നു വരുവാനോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്നുള്ള സഹവാസത്തിനായി സ്തോത്രം സ്തോത്രം കർത്താവേ. ഇല്ലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാ വിഷയങ്ങളുമായി കർത്താവെ അവിടുത്തെ പാതപിടുത്തലായിരിക്കുന്ന കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന വിവിധ വിഷയങ്ങളുടെ മൂത്ത് കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രബോധനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കോപയുടെ ദൃഷ്ടി അവിടുന്ന് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടികൾ പ്രാർത്ഥിക്കുമ്പോൾ അടികളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്നതോട് നയിക്കാതെ സ്തോത്രം പ്രവർത്തിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പിന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പാട്ടുപാടുവാനോട് സഹായിച്ചതോടെ സ്തോത്രം സ്തോത്രം കർത്താവെ. വചനത്തിന് മുമ്പല്ലായിരിക്കുന്ന കർത്താവെ, വചനവുമായിട്ട് ദാസനെ കേൾക്കുമ്പോൾ കർത്താവെ വചനത്തിന്റെ വാതിൽ തുറന്നെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷവാൻ ദാസനെ കൂടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾക്കുന്ന അടികളുടെ കൂടെ കർത്താവെ ആഗ്രഹയോടെ കേൾപ്പാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. പതറിക്കുന്ന എല്ലാ കർത്താവെ ഹല്ലേലൂയ പാതപ്പെടുത്തിലിരുന്ന് അതിനെ ശ്രദ്ധിക്കാൻ അടികൾക്ക് പ്രബോധനമേ പ്രാർത്ഥിക്കുന്നു. അത് അടികളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ അടികൾക്ക് പ്രബോധനമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അടികൾ വചനത്തിൽ ഇരിക്കട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. തുടർമാനം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഷാജി വർഗീസ് ന്യൂയോർക്ക് ദൈവജനം ശുശ്രൂഷിക്കുവാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ തിരുവചന ശുശ്രൂഷ ഹല്ലേലൂയ പ്രകാശപരമായി തേജസ്സിന്റെ ശുശ്രൂഷയായി മാറത്തുള്ളൂ. തിരുവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണ്.
ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുന്നു. അവിടുത്തെ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങളെ പോഷിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തണമേ കർത്താവേ. ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് രാത്രി ലൈനിലായിരിക്കുന്ന നിന്റെ എല്ലാ മക്കൾക്കായി സ്തോത്രം. ഈ സർവീസ് ലീഡ് ചെയ്യുന്ന നിന്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒക്കലഹോമയിൽ നിന്ന് നടത്തപ്പെടുന്നതായ ഈ പ്രയർ ലൈനിൽ ആദ്യമായിട്ടാണ് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇന്ന് രാത്രി അതിനുള്ള അവസരം ഒരുക്കി തന്ന ഇതിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, സാജൻ, ഫാമിലി, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ഇവിടെ കർത്താവിന്റെ ദാസൻ അനൗൺസ് ചെയ്തല്ലോ, ഷാജി വർഗീസ്. ഞാൻ ന്യൂയോർക്കിൽ കഴിഞ്ഞ 20 വർഷമായി ഒരു സഭയുടെ പാസ്റ്ററായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടിലും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാനുള്ള ഭാഗ്യം എൻ്റെ ചെറുപ്രായത്തിൽ സ്വർഗം എനിക്ക് നൽകി തന്നു. വളരെ ശക്തമായ പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എന്നാൽ ചെറുപ്രായം മുതൽ തന്നെ സൺഡേ സ്കൂൾ പഠിക്കുവാനും അങ്ങനെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ പിഞ്ചു ഹൃദയം കർത്താവിനു വേണ്ടി സമർപ്പിക്കുവാനും ദൈവം അവസരം നൽകി. അതിനെ തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ 3 വർഷം ദൈവവചനം പഠിച്ച് കേരളത്തിൽ 4 ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുവാൻ എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവ് എനിക്ക് അവസരം നൽകി. അങ്ങനെ ഇരിക്കവേ അമേരിക്കയിലേക്ക് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം സ്വർഗം ഒരുക്കി തന്നതനുസരിച്ച് ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്ത് കടന്നു വരുവാനും സഭയുടെ ശുശ്രൂഷയിൽ ഇത്രത്തോളം ആയിരിക്കാനും സ്വർഗം നൽകി തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ വചന ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്നവർക്കും ശുശ്രൂഷിക്കുന്ന എളിയവനും വചനം അനുഗ്രഹമായി ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നമുക്ക് രാത്രി ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിനായി വളരെ സുപരിചിതമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പ്രസംഗം ഈ 6-ാം അധ്യായത്തിൽ നിന്നായിരിക്കാം. ധാരാളം പ്രസംഗങ്ങൾ അനേക ദൈവദാസന്മാരിലൂടെ ഈ 6-ാം അധ്യായത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആ വിഷയം മുഴുവനും അവതരിപ്പിക്കുവാനല്ല, ചിന്തിക്കുവാനല്ല ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 1-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഈ ദർശനം യെശയ്യാവ് കാണുന്നത് ഉസിയാവെന്ന് പറയുന്ന ശക്തനായ ഒരു രാജാവ് യഹൂദയിൽ ഭരണം നടത്തിയിരുന്നു. അതിന്റെ ചരിത്രം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 16-ാമത്തെ വയസ്സിൽ രാജ്യ അധികാരമേറ്റെടുത്ത 52 സുദീർഘമായ വർഷങ്ങൾ യഹൂദയിൽ ഭരണം നടത്തിയതായ ശക്തനായ ഒരു രാജാവ്. നല്ല തുടക്കമായിരുന്നു, പക്ഷേ ഒടുക്കം ഏറ്റവും വേദനാജനകമായ ഒരു അന്ത്യമാണ് ഉസിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പാടാറുണ്ട്, ആദിയിങ്കൽ കൈപ്പാകിലോ അന്ത്യമോ മധുരമായിരിക്കണമെന്നാണ് പാട്ടുകാരനോട് ചേർന്ന് നമ്മൾ പലപ്പോഴും പാടാറുള്ളത്. എന്നാൽ നല്ല ഒരു ആരംഭത്തിൽ ഉസിയാവ് തന്റെ ജീവിതം, ശുശ്രൂഷ, രാജഭരണം ആരംഭിച്ചു.
അത് ദൈവത്തിൽ ആശ്രയിച്ച കാലഘട്ടമായിരുന്നു. അവന്റെ എല്ലാ സമൃദ്ധിയും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉയർച്ചയും അവന്റെ പേര് പോലും അന്യരാജ്യങ്ങളിൽ കേൾക്കത്തക്ക നിലയിലുള്ള സമൃദ്ധി ദൈവാശ്രയത്തിലൂടെ ഈ രാജാവ് കൈക്കലാക്കി. എന്നാൽ അതിനെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാശത്തിനായിട്ട് അവന്റെ ഹൃദയം നിഗളിച്ചു. എന്താണ് ഉസിയാവ് ചെയ്തത്? പുരോഹിതന്മാർക്ക് മാത്രം അധികാരപ്പെട്ട ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ ധൂപകലശം കയ്യിലിരിക്കെ തന്നെ അതിനെ എതിർത്ത പുരോഹിതന്മാരോട് അവൻ കോപിച്ച് ദൈവത്തിന്റെ ശിക്ഷയായി കുഷ്ഠരോഗിയായി ദാരുണമായ ഒരു അന്ത്യത്തെക്കുറിച്ചാണ് ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൽ ഉസിയാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് ശുശ്രൂഷിച്ച കാലഘട്ടത്തിൽ ഉസിയാവിന്റെയും ഹിസ്കിയാവിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് യഹൂദയിൽ ശക്തമായ പ്രവചന ശുശ്രൂഷ യെശയ്യാവ് നടത്തിക്കൊണ്ടിരുന്നത്. 1-ാം അധ്യായം അതിന്റെ ആരംഭ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരവുമായിട്ടും അധികാരികളുമായിട്ട് രാജാക്കന്മാരുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധം പുലർത്തി അതിന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിന്റെ യഹൂദയുടെ പാപങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ദൂതുകളാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ യെശയ്യാവ് നൽകുന്നത്. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, പഴുത്ത വ്രണങ്ങളാണവയെ, ഞെക്കി കഴുകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനത്തിന്റെ ഭാഷയിൽ പാപത്തിനെതിരെ ശക്തമായിട്ട് പ്രവചിക്കുന്ന പ്രവാചകനെ 5 അധ്യായങ്ങളിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ വലം കൈയായിരുന്ന, തനിക്ക് ആശ്രയമായിരുന്ന ഉസിയാവിന്റെ മരണം ഒരുപക്ഷെ യെശയ്യാവിന്റെ ജീവിതത്തെ ഒരുപക്ഷെ തളർത്തിക്കാണും. രാജാവിന്റെയും രാജകൊട്ടാരത്തിന്റെയും പിന്തുണയോടുകൂടി താൻ ശുശ്രൂഷിച്ചു. ദൈവമേ, ഇനി അടുത്ത നിമിഷം എങ്ങനെയാണ്, ഏത് നിലയിലാണ് എന്റെ ശുശ്രൂഷ മുന്നോട്ട് കടന്നു പോകുന്നത്? എന്റെ ആത്മീയ ജീവിതം, എന്റെ ആത്മീയ ശുശ്രൂഷ ഞാൻ എങ്ങനെ മുന്നോട്ട് നയിക്കും? എനിക്ക് അനുകൂലമായിരുന്നവര്, രാജാവ്, എനിക്ക് പിന്തുണ നൽകിയവര്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര്, അതെ, ആ രാജാവ് ഇപ്പോൾ ഇതാ ദാരുണമായി മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്റെ ശുശ്രൂഷയുടെ ഭാവി എന്ത്? എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാവി എന്ത് എന്നുള്ള ചിന്ത ഒരുപക്ഷെ യെശയ്യാവിന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരുന്ന, വേദനിച്ചിരുന്ന ഒരു രാത്രി. അന്ന് രാത്രിയാണ് ഉസിയാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു എന്ന് നമ്മളെ 1-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ഭൂമിയിലെ ആശ്രയം ഇല്ലാതായപ്പോഴാണ് യെശയ്യാവ് ഉയരത്തിലെ ദർശനം കാണുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ ഒരുക്കി ഉയരത്തിലേക്ക് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ദൈവമാണ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, നാം കണക്ക് കൂട്ടുന്നതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചില സാഹചര്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി? ഉയരത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ. ഉസിയാവ് മരിച്ചു, അവന്റെ വസ്ത്രങ്ങളെല്ലാം പട്ടടയിൽ അടക്കം ചെയ്തു. അവന്റെ ചെങ്കോലും അവന്റെ കിരീടവും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ അധികാരവും എല്ലാം മാറി യെശയ്യാവ്. എന്നാൽ മരണമില്ലാത്തവൻ മാറ്റമില്ലാത്ത സിംഹാസനത്തിലിരിക്കുന്നു. ഈ ലോകത്തിലെ അധികാരങ്ങളും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിലെ സകലതും അത് നിലനിൽക്കുന്നതല്ല. അതിനെല്ലാം ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഉയരത്തിലേക്ക് നോക്കൂ. യെശയ്യാവിന് മനസ്സിലായി, ഉസിയാവ് മരിച്ചു, എന്നാൽ മരിക്കാത്ത ഒരു ദൈവം, ഒരു മഹാരാജാവ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നു.
ചില ആശ്രയങ്ങൾ, നാം പിടിച്ചിരിക്കുന്ന ചില കൊമ്പുകൾ, നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അത് എനിക്ക് ഇന്നയാളിൽ നിന്ന്, ഇന്ന വ്യക്തിയിൽ നിന്ന്, ഇന്ന കുടുംബത്തിൽ നിന്ന് എനിക്ക് എല്ലാ സഹായങ്ങളും, എനിക്ക് വേണ്ട എല്ലാവിധമായ കൈത്താങ്ങലുകളും ലഭിക്കുമെന്ന് നാം ആരെക്കുറിച്ചെങ്കിലും അമിതമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർക്കുക, അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ നീ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ചില സാഹചര്യങ്ങളെ ദൈവം ജീവിതത്തിൽ ഒരുക്കുകയാണ് മുകളിലേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ. പത്രോസിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു രാത്രി മുഴുവനും അവൻ അധ്വാനിച്ചു. ഒരിക്കൽ പോലും സംഭവിക്കാത്ത ഒരു ശൂന്യത, ഒരിക്കൽ പോലും ഇങ്ങനെ വെറും കൈയായി മടങ്ങേണ്ടതായി വന്നിട്ടില്ല. എന്നാൽ ഒരു രാത്രി സ്വർഗം അതിനു വേണ്ടി അനുവദിച്ചു. എന്തിനു വേണ്ടിയാണ് പത്രോസേ? നിന്റെ ശൂന്യമായ പട യേശുവിന് വേണം. ആ പടയിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കണം. മാത്രമല്ല, നിന്റെ ശൂന്യമായ പടകിനെ സ്വർഗത്തിന് നിറയ്ക്കുവാനുണ്ട്. ആ നിറവെന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായ, അപ്പോസ്തോലനായിട്ടുള്ളതായ വിളിയുടെ ആദ്യ പടിയായിട്ട് സ്വർഗം അതിനെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിലെ ചില ശൂന്യതകൾ, ചില പ്രശ്നങ്ങൾ, ചില ഭാരങ്ങൾ, ചിലര് കൈയൊഴിയുന്നത്, സ്നേഹിക്കുന്നവര് വിട്ടുപോകുന്നത്, മാറ്റപ്പെടുന്നത്, സുഹൃത്തുക്കളെന്നും എന്നോടുകൂടെ എന്നും നിൽക്കുമെന്ന് കരുതുന്നവർ പലപ്പോഴും മാറിപ്പോകുമ്പോൾ ഭാരപ്പെടരുത്. ചില സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുകയാണ്. ഉയരത്തിലേക്ക് നോക്കുവാൻ ചില ദർശനങ്ങളിലൂടെ ദൈവത്തിന് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുവാനായിട്ടുണ്ട്. യെശയ്യാവ് കാണുകയാണ് ദർശനം. എന്താണ് യെശയ്യാവ് കാണുന്നത്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു, സർവശക്തനായ ദൈവം. അതിന്റെ രണ്ടാമത്തെ ഭാഗം, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ദൈവത്തെയും ദൈവത്തിന്റെ സിംഹാസനത്തെയും മാത്രമല്ല യെശയ്യാവ് കാണുന്നത്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെയാണ് കാണുന്നത്. മാത്രമല്ല, വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താകുന്നു? അതിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് അക്ഷരീയമായ കെട്ടിടങ്ങളോ ആലയങ്ങളോ അല്ല. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. 1 കൊരിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളിനി താന്താങ്ങൾക്കുള്ളവരല്ല, കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ദൈവത്തിന്റെ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു എന്ന് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ, ദർശനത്തിൽ കാണുമ്പോൾ, ദൈവത്തിന്റെ വസ്ത്രങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ മന്ദിരമാകുന്ന എന്നിലും നിന്നിലും വീഴുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളും അഭിഷേകവും വിടുതലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യഹോവയുടെ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകളാൽ മന്ദിരം നിറയപ്പെട്ടു. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏലിയാവിന്റെ വസ്ത്രം, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിന്റെ വസ്ത്രം എലീശയുടെ മേൽ വീണു. ഏലിയാവിന്റെ വസ്ത്രം വീണപ്പോൾ 2 മടങ്ങ് അഭിഷേകവുമായി, ഏലിയാവ് ചെയ്തതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങളുമായി എലീശ ശുശ്രൂഷ രംഗത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവന്റെ മേൽ വീണതായ പുതപ്പെടുത്തുകൊണ്ട് എതിരെ ഒഴുകിയിരുന്നതായി യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പിരിഞ്ഞ് എലീശ പ്രവാചകൻ അക്കരെ കിടന്നുവെന്ന് നാം പുസ്തകത്തിൽ വായിക്കുകയാണ്. ഇന്ന് രാത്രികാലം അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വലിയ എലീശയാകുന്ന നമ്മുടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ
എന്നിലും നിന്നിലും ഒന്ന് പതിയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന എന്നിലും നിന്നിലും ആ വസ്ത്രത്തിന്റെ വിളിമ്പുകളാൽ നിറയപ്പെടുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പ്രൈസോ ചില പ്രതിസന്ധികളെയും ചില യോർദാന്റെ അനുഭവങ്ങളെ, മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന, ആത്മീയ അനുഭവത്തെ തടയുന്ന, പ്രൈസോ തലമുറയുടെ അനുഗ്രഹത്തെ തടയുന്നതായ ചില പ്രശ്നങ്ങളെ അതേ ഹല്ലേലൂയ തകർത്തു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശക്തിയുള്ളതായ അഭിഷേകത്തിന്റെ വസ്ത്രത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ ഏശാവിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് യാക്കോബ് ഇസഹാക്കിന്റെ അടുക്കൽ കടന്നു ചെന്നു. സകല അനുഗ്രഹങ്ങളും അവൻ പ്രാപിച്ചു. സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചു. ഇന്ന് രാത്രികാലം അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ ദൈവമന്ദിരത്തെ നിറയ്ക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് വായിക്കാം. 104 സങ്കീർത്തനത്തിന്റെ 1-2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അപ്പോൾ ദൈവം ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്? വളരെ വ്യക്തമായിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വസ്ത്രത്തിൽ മഹത്വവും മാനവും തേജസ്സും പരസ്പരം യോജിച്ചിരിക്കുകയാണ്. ശലോമോൻ കർത്താവിന്റെ ആലയത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരെ ഇറങ്ങി വന്നു, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരം, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ മന്ദിരം ശലോമോൻ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ, തേജസ്സിന്റെ വസ്ത്രം, ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ ഇറങ്ങി എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇന്ന് രാത്രി കരിഞ്ഞ് കരുവാളിച്ചിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്നതായ, ഒരിക്കലും പ്രകാശിക്കുകയില്ല, ഒരിക്കലും ഇതിനൊരു തെളിച്ചമുണ്ടാകുകയില്ല, ഒരു വിടുതലുണ്ടാകുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ തേജസ്സിന്റെ വസ്ത്രം, നിന്റെ ഇരുട്ടിനെ മാറ്റുന്ന, നിന്റെ അന്ധകാരത്തെ മാറ്റുന്ന, കരിഞ്ഞ് കരുവാളിച്ചിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റുന്ന, ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളെ മാറ്റുന്ന, ഒരിക്കലും പുഷ്പിക്കയില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ഈ വസ്ത്രത്തിന്റെ വിളിമ്പുകളൊന്ന് പതിക്കാമെങ്കിൽ ഇന്ന് രാത്രി വിടുതലാണ്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ആ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ എന്റെ ജീവിതത്തിലെ ഇരുണ്ട വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, രോഗത്താൽ കഷ്ടപ്പെടുന്ന കർത്താവെ, ഇന്ന് രാത്രി ആ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ, തേജസ്സിന്റെ അനുഭവം എന്റെ മേലൊന്ന് വീഴട്ടെ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഇരിക്കുന്ന മുറിയിൽ, ഇരിക്കുന്ന ഹല്ലേലൂയ ഭവനത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഇറങ്ങുന്ന ദൈവ തേജസ്. ഈ വസ്ത്രമാണ് ആദിമ മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകിയത്. ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ മഹത്വവും തേജസ്സും അവനെ എന്ത് ചെയ്തു? അണിയിച്ചു. എന്നാൽ ആ വസ്ത്രം നീക്കപ്പെട്ടു. എപ്പോഴാണ് ആ വസ്ത്രം നീക്കപ്പെട്ടത്? പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ്, ദൈവ തേജസ് നീങ്ങിപ്പോയി, മഹത്വം മാറിപ്പോയി, അവൻ നഗ്നനായി തീർന്നു. എന്നാൽ എന്താണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്? കർത്താവ് അവനെ തോൾ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അവനെ ഉടുപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ വസ്ത്ര നെയ്ത്തുകാരൻ ആരാകുന്നു? സർവശക്തനായ ദൈവമാണ്. മനുഷ്യന് വേണ്ടി ദൈവം അവനെ അണിയിച്ചതായ തേജസ്സിന്റെയും വിശുദ്ധിയുടെയും മഹത്വത്തിന്റെയും വസ്ത്രം പാപം മുഖാന്തരം അത് നഷ്ടപ്പെട്ടപ്പോൾ അതിനു പകരമായി ഒരു മൃഗത്തെ അവിടെ യാഗം നടത്തി, മൃഗത്തിന്റെ തോലുരിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ രക്തമണിഞ്ഞതായ, രക്തം മണക്കുന്നതായ, ചുവപ്പ് നിറമുള്ളതായ ഒരു വസ്ത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ആദിമ മാതാപിതാക്കന്മാരെ അണിയിച്ച് സ്വർഗം അവരുടെ നഗ്നതയെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വസ്ത്രം നമ്മുടെ മേൽ വീഴട്ടെ. ആ വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എളിമയുടെ വസ്ത്രം യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പ്രകാശത്തെ ധരിച്ചവൻ, മഹത്വവും മാനവും അണിഞ്ഞവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നപ്പോൾ ലോകത്തിൽ മാന്യമായ ഒരു ഇടമോ മാന്യമായ ഒരു വസ്ത്രമോ എന്റെ കർത്താവിന് ലോകം കൊടുത്തില്ല. പിന്നെയോ എളിമയുടെ വസ്ത്രം, പ്രൈസ് ദി ലോർഡ്, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെയാണ് ദൂതന്മാര് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് മഹാനായ KV സൈമൺ സാർ പാടിയത്: പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി കടന്നു വന്നു. നിരുപമ പ്രഭയണിഞ്ഞവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ എന്ന് പാട്ടുപാടുവാൻ കാരണം മഹത്വവും തേജസ്സും പ്രകാശവും ധരിച്ച സർവശക്തനായ കർത്താവ് എളിമയുടെ വേഷം ധരിച്ച്, നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ പ്രൈസിൽ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് രാത്രി ആ താഴ്മയെ നമുക്കൊന്ന് ധ്യാനിക്കാം, ആ എളിമയെ നമുക്കൊന്ന് ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ശീലകളാൽ ചുറ്റപ്പെട്ടു. അവൻ പഴന്തുണി ധരിക്കേണ്ടതായിട്ട് വന്നു. അവൻ പുൽക്കുടിയിൽ ജനിക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുവാൻ, രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എളിമയുടെ വസ്ത്രം, ശീലകളാൽ ചുറ്റപ്പെട്ടവനായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെടേണ്ടതായ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കഷ്ടതകളോ ദാരിദ്ര്യമോ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്, നമ്മൾ അതിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇയ്യോബിന്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് ദാരിദ്ര്യമുണ്ടായത്. അവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടത് വളരെ പെട്ടെന്നാണ്. കന്നുകാലികളും സ്വത്തും സുഖവും എല്ലാം ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു ദിവസം ഇയ്യോബിനെ പൊന്നുപോലെ ശോഭിക്കുന്നതിന് വേണ്ടി, അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില നഷ്ടങ്ങളെല്ലാം പെട്ടെന്ന് സംഭവിച്ചു. എന്നാൽ ഇയ്യോബിന്റെ അവസാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, അവന്റെ കഴിഞ്ഞ കാലത്തെക്കാൾ ഉപരിയായി, മുൻകാലത്തെക്കാൾ ഉപരിയായി, പ്രൈസ് ദി ലോർഡ്, അവന് പിൻകാലത്തെ സ്വർഗം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദാവീദിന്റെ ജീവിതത്തിലും ഈ കഷ്ടപ്പാടുകൾ, എളിമയുടെ അനുഭവങ്ങൾ ഉണ്ടായി. അവന്റെ തലയിൽ അഭിഷേക തൈലം ശമൂവേൽ പകർന്ന അന്നു മുതൽ അവൻ ശൗലിനെ പേടിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ സ്വർഗം അവനെ തള്ളിക്കളഞ്ഞില്ല. അവന്റെ ദാരിദ്ര്യത്തെയും അവന്റെ എളിമയെയും മനസ്സിലാക്കി അവനെ രാജാവായിട്ട് ഉയർത്തി. 40 വർഷം ദൈവജനങ്ങളെ ഭരിച്ച് അവന്റെ ഓട്ടത്തെ അവൻ വിജയകരമായി അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിക്കാലം നമ്മുടെ ജീവിതത്തിൽ എളിമയുടെ അനുഭവങ്ങളാണോ, കഷ്ടതകളോ വേദനകളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ?
താഴ്മയെ ധരിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു മനോഭാവം പുതിയ നിയമത്തിലെ സഭാ വിശ്വാസികൾക്ക്, വിശേഷാൽ കൊരിന്തിലുള്ള വിശ്വാസികളോട് പൗലൂസ് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യരുടെ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രികാലം താഴ്മയുടെ വസ്ത്രം, എളിമയുടെ വസ്ത്രം, ദൈവമേ എന്റെ മേലൊന്ന് വീഴട്ട്. ഉന്നത ഭാവവും നികള ഹൃദയമുള്ളവനെ ദൈവം ഒരിക്കലും സഹായിക്കുകയില്ല. ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്ന ദൈവമാണ്. അപ്പോൾ ഒന്നാമത്തെ വസ്ത്രം, അവന്റെ വസ്ത്രം, ഒന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് എളിമയുടെ വസ്ത്രമാണ്. രണ്ടാമത്തെ വസ്ത്രം എന്താണ്? നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ അവന്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ശരീരം ചാട്ടവാറിനാൽ അടിക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞ് അവന്റെ ഔദ്യോഗിക വസ്ത്രം റോമൻ പട്ടാളക്കാർ അഴിച്ചു മാറ്റി. ക്രൂശീകരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ നഗ്നതയെ മാറ്റുവാൻ ഒരു മൃഗത്തിന്റെ തോകലെടുത്ത് മനുഷ്യനെ വസ്ത്രമുണ്ടാക്കി അവന്റെ നഗ്നത മറച്ചപ്പോൾ ആ മൃഗം യാഗാർപ്പണമായി തീർന്ന സമയത്ത് അതിന്റെ രക്തമെല്ലാം ആ തൊകലിൽ പൊതിഞ്ഞത് ചുമന്നിരുന്ന ഒരനുഭവത്തെ കുറിച്ച് ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഇതാ കർത്താവിനെ ചുവന്ന മേലങ്കി റോമൻ പട്ടാളക്കാർ എന്തിനു വേണ്ടിയാണ് ധരിപ്പിച്ചത്? മാനവജാതിക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന്റെ നീതീകരണത്തിന് വേണ്ടി, അവന് രക്ഷയുടെ വസ്ത്രം നൽകിക്കൊടുക്കുവാൻ, നീതിയുടെ വസ്ത്രം അവനെ അണിയിക്കുവാൻ. ഇവിടെ ഇതാ ദൈവപുത്രനാകുന്ന കർത്താവ് സകല മാനവജാതിക്ക് വേണ്ടി അവൻ അറുക്കപ്പെടുവാനായിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ചുവന്ന മേലങ്കി അവൻ ധരിക്കുകയാണ്. അത് വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്, അത് രക്ഷയാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കുവാൻ പോകുന്ന രക്ഷാവസ്ത്രത്തിന്റെ നെയ്ത്തുശാലയിലേക്ക്, കാൽവറി കുന്നിലേക്ക് ദൈവപുത്രൻ ഇതാ നടന്നു നീങ്ങുകയാണ്. നമുക്കറിയാം, ഒരു വസ്ത്രം നെയ്തെടുക്കുവാൻ ആ വസ്ത്രം കീറപ്പെടണം. കത്രിക കൊണ്ട്, നമുക്കറിയാം തയ്യക്കാര് കത്രിക കൊണ്ട് വസ്ത്രം കീറും, അത് മുറിക്കും. രണ്ടാമതായിട്ട് ചെയ്യുന്നത്, ആ വസ്ത്രം അത് ഒരു വസ്ത്രമായി രൂപാന്തരപ്പെടുവാൻ ധാരാളം സൂചികൾ ആ വസ്ത്രത്തിന്മേൽ ഓരോ സമയം മിനിറ്റ് കൊണ്ട് കുത്തി ഇറങ്ങി അതിന് പാകമുള്ളതായ ഒരു വസ്ത്രമായി അത് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് പോലെ മനുഷ്യവർഗത്തെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറി. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്ന് ലേഖനകാരൻ പറയുമ്പോൾ തന്റെ ശരീരം നമുക്ക് വേണ്ടി ചിന്തി. എന്തിനു വേണ്ടി? രക്ഷയുടെ വസ്ത്രം മാനവജാതിക്ക് വേണ്ടി നെയ്തെടുക്കുവാൻ തക്കവണ്ണം തന്റെ ദേഹമെന്ന തിരശ്ശീല സ്വർഗം ചീന്തുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമോ അവന്റെ തലയിൽ കിരീടം വെച്ച്, മുള്ളുകൊണ്ടുള്ളതായ കിരീടം അവന്റെ തലയിൽ വെച്ചുവെന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഒരു വസ്ത്രം നെയ്തെടുക്കുവാൻ തക്കവണ്ണം സൂചിമുനകൾ അനേക പ്രാവശ്യം ആ വസ്ത്രത്തിലൂടെ പതിയുന്നത് പോലെ, ആഴ്ന്നിറങ്ങുന്നത് പോലെ പാപത്തിന്റെ ഫലമായി ഭൂമിയിൽ മുളച്ചതായ മുള്ളും പറക്കാരെയും ആ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ റോമൻ പടയാളികൾ യേശു കർത്താവിന്റെ തലയിൽ വെച്ച് ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ
അവിടെ നടക്കുന്നത് ഒരു കാര്യമാണ്. മാനവജാതിക്ക് വേണ്ടി രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം ഗോൽഗോഥായിൽ സ്വർഗം നെയ്തെടുക്കുകയായിരുന്നു. ഇന്ന് രാത്രികാലം ഈ ചുവന്ന മേലങ്കി, ഈ രക്ഷയുടെ വസ്ത്രം, വീണ്ടെടുപ്പിന്റെ വസ്ത്രം ആരുടെയെങ്കിലും മേൽ വീഴാത്തവരായി, രക്ഷിക്കപ്പെടാത്തവരായി, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടാത്തവരായി, ഈ ചുവന്ന മേലങ്കിയിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ചതായ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാം, കർത്താവേ, അവിടുത്തെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ എന്റെ മേലൊന്ന് വീഴട്ടെ. ഈ ചുവന്ന മേലങ്കി, ഇന്ന് രാത്രി ഈ രക്ഷയുടെ മേലങ്കി, ഈ വീണ്ടെടുപ്പിന്റെ മേലങ്കി, സ്വർഗമേ എന്റെ മേലൊന്ന് വീഴട്ടെ എന്ന് ഇന്ന് രാത്രി മനഃപൂർവ്വമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഈ അനുഭവത്തിലേക്ക് ഇന്ന് വരെ കടന്നു വരാത്തവർ പ്രാർത്ഥിച്ചാൽ, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചു എന്നുള്ളതായ ദർശനം യെശയ്യാവ് കണ്ടതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം കൊണ്ട് സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണയായിത്തീരും. അപ്പോൾ രണ്ടാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ചുവന്ന മേലങ്കിയാണ്. ഇനി എന്താണ് മൂന്നാമത്തെ വസ്ത്രം? അവന്റെ വസ്ത്രം, മൂന്നാമത്തെ വസ്ത്രം എന്താണ്? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 43-44 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നടന്നൊരു സംഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ഈ വസ്ത്രം അത്ഭുതത്തിന്റെയും അഭിഷേകത്തിന്റെയും വസ്ത്രമാണ്. 18 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. ന്യായപ്രമാണം അനുസരിച്ച് വീടിന് പുറത്തിറങ്ങുവാൻ അവൾക്ക് അനുവാദമില്ല. എങ്കിലും അവൾ ഹൃദയത്തിൽ നിശ്ചയിച്ചു, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ എന്റെ മേലൊന്ന് വീണാൽ എനിക്ക് സൗഖ്യം വരും. കാരണം അത് അഭിഷേകത്തിന്റെ വസ്ത്രമാണ്, അത് ശക്തി പുറപ്പെടുന്ന വസ്ത്രമാണ്, അത് അത്ഭുതത്തിന്റെ വസ്ത്രമാണ്. ഇന്ന് രാത്രി നാളുകളായി ഹല്ലേലൂയ ശരീരത്തിൽ വിട്ടുമാറാത്തതായ രോഗബന്ധനത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ വസ്ത്രം, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ഞാനും നിങ്ങളുമാകുന്ന മന്ദിരത്തിന്മേൽ ഇന്ന് രാത്രി ആ അഭിഷേകത്തിന്റെ വസ്ത്രം ഒന്ന് സ്പർശിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ സ്വർഗം നൽകാനായിട്ട് പോകുകയാണ്. അവൻ ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആരാണ്? കാരണം ശക്തി എങ്കൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വസ്ത്രത്തിൽ ഈ സ്ത്രീ തൊട്ടപ്പോൾ കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി യേശുവിന്റെ വസ്ത്രത്തിൽ ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, രോഗസൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ആ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ എന്നിലും നിന്നിലും പതിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഏത് മാറാ രോഗവും ഇന്ന് രാത്രി മാറ്റുവാൻ തക്കവണ്ണം അഭിഷേകം വ്യാപരിക്കുന്ന വസ്ത്രമാണ് കർത്താവിന്റെ വസ്ത്രം. ഒരുപക്ഷെ എങ്ങനെയാണ് അവൾക്ക് മനസ്സിലായത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം വരുമെന്ന്? എങ്ങനെയാണ് അവൾക്ക് മനസ്സിലായത്? 133-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ അഹരോന്റെ അഭിഷേകത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേക തൈലം അത് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിലേക്കും നീണ്ടുകിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ ഇരിക്കുന്നു. അപ്പോൾ തലയിലൊഴിക്കുന്ന അഭിഷേകം അവിടെ തന്നെ ഒതുങ്ങി നിൽക്കാതെ അത് തലയിൽ നിന്ന് താടിയിലേക്കും അതിനെ തുടർന്ന് അവന്റെ വസ്ത്രത്തിലേക്കും അത് ഒഴുകിയിറങ്ങുന്നതായ അഭിഷേകത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിന്റെ അവന്റെ ശിരസിൽ പകർന്ന തൈലം ശിരസിൽ മാത്രം നിന്നില്ല, അത് അവന്റെ അങ്കിയിൽ കൂടെ ഒഴുകി വന്നു,
നമുക്കറിയാം, മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നീല നൂൽ കൊണ്ടുള്ളതായ മാതളപ്പഴവും ഒരു മണിയും മാറി മാറി കോർത്തിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ പൗരോഹിത്യ വസ്ത്രത്തെ കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നീല നൂൽ കൊണ്ടുള്ളതായ മാതളപ്പഴവും ഒരു മണിയും മാറി മാറി ഇങ്ങനെ കോർത്തിട്ടുണ്ട്. എന്താണിത് വിളിച്ചു പറയുന്നത്? ഇതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? മാതളപ്പഴം ആത്മാവിന്റെ ഫലത്തെയും ശബ്ദം പുറപ്പെടുവിക്കുന്ന മണി ആത്മാവിന്റെ വരങ്ങളെയുമാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ, അഭിഷേകമുള്ള വസ്ത്രത്തിൽ, ശക്തി പുറപ്പെടുന്ന വസ്ത്രത്തിൽ എന്തുണ്ട്? അഭിഷേകമുണ്ട്, ആത്മാവിന്റെ വരങ്ങളുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. മാത്രമല്ല 9 ആത്മാവിന്റെ വരങ്ങളിലെ സുപ്രധാന വരമാകുന്നു അത്ഭുതം പ്രവർത്തിക്കുന്ന വരം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലാൽ ദൈവത്തിന്റെ ആലയം നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ദൈവമക്കൾക്ക് സൗഖ്യമാക്കുന്ന ശക്തിയും അത്ഭുതങ്ങൾ ഹാലിൽ പ്രവർത്തിക്കുന്ന വരവും ദൈവം നിശ്ചയമായി അതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി രോഗിയാണ്, ബലഹീനയാണെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രികാലം ആ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മിലൂടെ വ്യാപരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ഇന്ന് രാത്രികാലം സൗഖ്യത്തോടെ, വിടുതലോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ഈ അഭിഷേകത്തിന്റെ വസ്ത്രം, സൗഖ്യമാക്കുന്ന അഭിഷേകത്തിന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഇന്ന് രാത്രി രോഗാവസ്ഥയിൽ, ബലഹീനാവസ്ഥയിൽ, ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ നമ്മുടെ മേൽ വീഴട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയാണ്, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. നമ്മെ ബലപ്പെടുത്തുന്നതായ, നമുക്ക് സൗഖ്യം നൽകുന്നതായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ. ഈ അവസ്ഥ നമുക്ക് അപ്പോസ്തലന്മാരിലും കാണുവാൻ കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 15-16 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീതികളിൽ വിരപ്പിന്മേലും കിടക്കമേലും കിടത്തും. അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നോക്കൂ, 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ വസ്ത്രത്തിൽ പോലും, അവരുടെ നിഴലിൽ പോലും സൗഖ്യമാക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിമുറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതായ ആ അഭിഷേകത്തിന്റെ ശക്തി അവരുടെ റൂമാല് വീണപ്പോൾ രോഗികൾ സൗഖ്യമായി. പത്രോസിന്റെ നിഴൽ അത് തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി. കാരണം എന്താണെന്നറിയാമോ? അവരിൽ പകർന്നതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് അവരുടെ ശരീരത്തിൽ മാത്രമല്ല, അവർ ധരിച്ച വസ്ത്രത്തിലും അവരുടെ നിഴലിൽ കൂടെ വ്യാപരിച്ചിരുന്നു. അതിന്റെ സ്പർശനത്താൽ രോഗികൾ സൗഖ്യമാകുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം പറയുവാനോ അന്യഭാഷ പറയുവാനോ മാത്രമല്ല, പിന്നെയോ അതിന്റെ ശക്തി നമ്മിൽ പകർന്നിരിക്കുന്നതായ അഭിഷേകത്തിന്റെ ശക്തിയാൽ മറ്റുള്ളവർ വിടുവിക്കപ്പെടണം, രോഗികൾ സൗഖ്യമാക്കണം. പ്രൈസ് ദി ലോർഡ്, ആരുടെയെങ്കിലും തലയിൽ നാം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ പകർന്നതായ അഭിഷേകത്തിന്റെ ശക്തി നമ്മിലൂടെ, ഹല്ലേലൂയ, അടുത്ത വ്യക്തിയിലേക്ക് പകരപ്പെടണം. അതാണ് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിലൂടെ സ്വർഗം ചെയ്തെടുത്തത്. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ആ അഭിഷേകത്തിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഇന്ന് രാത്രി എന്റെ മേലൊന്ന് നിറയട്ടെ, എന്റെ മേലൊന്ന് വീഴട്ടെ. പ്രൈസ് ദി ലോർഡ്, ഞാൻ സൗഖ്യമാകുക മാത്രമല്ല, ഞാൻ അതിനാൽ നിറയപ്പെടുക മാത്രമല്ല, എന്നിലൂടെ, എന്റെ ശുശ്രൂഷയിലൂടെ, എന്റെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർ വിടുവിക്കപ്പെട്ടിട്ട്, കർത്താവേ, ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, ഞാൻ ഒരു ഭവനത്തിൽ കാലി ചവിട്ടുമ്പോൾ ആ അഭിഷേകത്തിന്റെ ശക്തി എവിടെ വ്യാപരിക്കണം കർത്താവേ. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രി ഹല്ലേലൂയ, ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ, പ്രൈസ് ദി ലോർഡ്, മന്ദിരത്തെ നിറയ്ക്കുന്ന അനുഭവം ഇന്ന് രാത്രി നമുക്ക് പ്രാപിച്ച് ഇന്ന് രാത്രി നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയും. എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കാം. അവന്റെ 4-ാമത്തെ വസ്ത്രത്തിന്റെ പ്രത്യേകത,
അത് ശോഭയേറിയ വസ്ത്രമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രം ഇപ്പോൾ ശോഭയുള്ള, തിളക്കമുള്ള, പ്രകാശം പരത്തുന്ന ഒരു വസ്ത്രമായി മാറിയിരിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? പ്രാർത്ഥനയിലൂടെയാണ് ഈ ശോഭ കൈവന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ മങ്ങിയിരിക്കുന്നതായ, പ്രകാശം നഷ്ടപ്പെട്ടതായ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ശോഭയുള്ളതാകുവാൻ ഒരു മാർഗമാണ് പ്രാർത്ഥന. നമുക്കറിയാമല്ലോ, നാട്ടിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളൊക്കെ കൺവെൻഷന് പോകുന്ന സമയത്ത് ചൂട്ടൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ട് പോയ നാളുകളെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഈ കപ്പടത്തൊണ്ടിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് അത് തുണി തിരിയുണ്ടാക്കി അത് കത്തിച്ചുകൊണ്ട് സുവിശേഷ യോഗങ്ങൾക്കൊക്കെ പോയതായ കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്നുണ്ട്. അതിനുശേഷമാണ് പെട്രോൾ മാക്സ് എന്ന് പറയുന്ന ഒരു സാധനം, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അതിനെ കാറ്റടിക്കും തോറും, പമ്പ് ചെയ്യും തോറും അത് ശോഭയോടെ പ്രകാശിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു ദൈവപൈതൽ ജീവിതത്തിൽ പ്രാർത്ഥന. എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ, എത്രമാത്രം ഉപവസിക്കുന്നുവോ അതനുസരിച്ച് ശോഭിച്ചുകൊണ്ടിരിക്കും. ശുശ്രൂഷയിൽ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഏത് മണ്ഡലത്തിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിവരെ നിൽക്കുവാൻ, ശോഭയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് ശക്തി പകരുന്നത് പ്രാർത്ഥനയാണ്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളോ ന്യൂനതകളോ, വേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ആ ശോഭയുള്ള വസ്ത്രം, ആ പ്രാർത്ഥനയുടെ വസ്ത്രം ഇന്ന് രാത്രി ഈ മന്ദിരത്തിലൊന്ന് വീഴട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭക്തനായ മോശ 40 രാവും 40 പകലും ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവ തേജസ് മോശയുടെ മുഖത്ത് പ്രകാശിച്ചു. നമ്മൾ വായിക്കുന്നു, മോശയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ് കണ്ട അഹരോനും ഇസ്രായേൽ മക്കളും ഭയപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. ഈ ദിവസങ്ങളിൽ എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്നതായ, നമുക്കെതിരെ ശക്തമായി പ്രൈസ് ആയുധങ്ങളുമായി വരുന്നതായ ശത്രു പരാജയപ്പെട്ടു പോകുവാൻ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ശോഭയുള്ള വസ്ത്രം, ഈ പ്രകാശപൂരിതമായ പ്രാർത്ഥനാ വസ്ത്രം ഇന്ന് രാത്രി എന്റെയും നിന്റെയും മുകളിൽ അതേ മേലൊന്നും വീഴുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മറ്റുള്ളവര് അത്ഭുതം കൂറുമാറ് തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം നമ്മെ ഒരുക്കിയെടുക്കും എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഒന്നാമത്തെ ക്രിസ്തീയ രക്തസാക്ഷിയായ സ്തെഫാനോസും കല്ലേറുകൊണ്ട് മരിക്കുന്ന സമയത്ത് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചത് ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും കണ്ടു. ഇന്ന് രാത്രി ദൈവം നമ്മെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയാൽ നമ്മൾ അധികമായി വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവേ, ഈ പ്രാർത്ഥനയുടെ വസ്ത്രം, ഈ ശോഭയേറിയ വസ്ത്രം എന്റെ മേലൊന്ന് വീഴട്ടെ. കൂടുതലായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഇറങ്ങുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇരുണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ, ചില വിഷയങ്ങൾക്ക് വിടുതലില്ല, ഇതിന്മേലൊരു വെളിച്ചം ഉദിക്കുകയില്ല, ഇതിന്മേലൊരു പ്രകാശം പരക്കുകയില്ല എന്ന് ഏതെങ്കിലും വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ, ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ നടുവിൽ, ആ വിഷയത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് വെളിച്ചം ഇറങ്ങി വരുന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശോഭയേറിയതായ ഒരു വസ്ത്രത്തിന്റെ അനുഭവം ഇന്ന് രാത്രി പ്രാർത്ഥനയിലൂടെ ഒരു ദൈവ പൈതലിന് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 1, അത് എളിമയുടെ വസ്ത്രമാണ്. 2, അത് ചുവന്ന മേലങ്കിയാണ്.
3, അത് അഭിഷേകത്തിന്റെ വസ്ത്രമാണ്. 4, അത് ശോഭേറിയ വസ്ത്രമാണ്. ഇന്ന് രാത്രികാലം ഈ ശോഭ നമ്മുടെ മുഖത്ത് മാത്രമല്ല, ഭാവിയിൽ അതേ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആ തേജസ്സേറിയ അവസ്ഥയിലേക്ക് ദൈവജനം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയാൽ ഇന്ന് രാത്രികാലം ആ തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരായി തീരുന്ന തേജസ്സിന്റെ വസ്ത്രം ധരിച്ച്, മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിനോട് ഒരുമിച്ച് അവനെ ആരാധിക്കുന്ന, അവനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ആ ദിവസങ്ങൾ, നിമിഷങ്ങൾ ആഗതമായിരിക്കയാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ നാം ആകുന്ന മന്ദിരത്തെ നിറച്ച് ആ അനുഗ്രഹങ്ങളും ആ വിടുതലുകളും ആ അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ത്രിയേക ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്കുള്ള അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് തുടർന്നും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് രാത്രികാലം നമുക്ക് കേൾപ്പാനിടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വലിയ കാഴ്ച, ആ വലിയ ദർശനം ഹല്ലേലൂയ യെശയ്യാവ് കണ്ടു. ഹല്ലേലൂയ. ആത്മീയ നീളം ബാധിച്ച ഉശിയ രാജാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചതിനാൽ കുഷ്ഠരോഗിയായി തീർന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നിഗളിയായ ആ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് മനോഹരമായ ഈ ദിവ്യ ദർശനം ലഭിച്ചത് എന്നത് ഒരു ശ്രദ്ധേയമാണ്. ഹല്ലേലൂയ. ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഉന്നതന്മാർ പല സ്ഥാനങ്ങളിലും ഇന്നും വിരാജിക്കുന്നുണ്ട്. അവർ മരിച്ചെങ്കിലേ അവർ മാറ്റപ്പെടുമ്പോൾ മാത്രമേ അവിടെ ദൈവനാമം മഹിമപ്പെടൂ. ഹല്ലേലൂയ. ഉയർന്നും പൊങ്ങിയുള്ള ഇതിനെ ശുശ്രൂഷിച്ച ഭക്തരോടും ഭൂലോക സകല വിശുദ്ധന്മാരോടും ഈ പ്രേരണയായിരിക്കുന്ന എല്ലാവരോടും ഇന്ന് വന്ന ദൈവം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് us all. Praise the Lord. Hallelujah. Thank you, Pastor. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി വർഗീസിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ റിക്വസ്റ്റിനെ മാനിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം സംസാരിച്ചല്ലോ. വളരെ ഷോർട്ട് നോട്ടീസാണ് കർത്താവിന്റെ ദാസന് നൽകിയതെങ്കിലും വളരെ സന്തോഷത്തോടെ താൻ ദൈവജനം സംസാരിപ്പാൻ തക്കവണ്ണം സമ്മതിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഉള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ധാരാളമായി ഇനിയും ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് അനേകരുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, തുടർന്നും പ്രാർത്ഥിക്കാം. ഇനിയും ദൈവസനിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ വചനം പറയുവാൻ തക്കോണം ദൈവമായ കർത്താവ് തന്റെ ദാസനെ ഇനിയും ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായിയുള്ള നന്ദിയെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മാത്രമല്ല മനോഹരമായ ഗാനം പാടിയ സിസ്റ്റർ ലിൻഡ ജോസഫിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദാസിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. രാത്രികാലം പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും ഉള്ളതായ നന്ദിയെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പാസ്റ്റർ സിംജൻ ചൊവ്വാഴ്ച ദിവസങ്ങൾ ബൈബിൾ സ്റ്റഡി നമ്മുടെ മധ്യത്തിൽ എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ശാരീരികമായി അല്പം ക്ഷീണത്തിലായിരിക്കുന്നത് കൊണ്ടാണ് തന്റെ ബാക്ക് പെയിനാൽ താൻ ഭാരപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ രാത്രികാലം കർത്താവിന്റെ വചനം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസന് കഴിയാതിരുന്നത്. കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് നിങ്ങൾ തുറന്നും പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ ദൈവസനിൽ കടന്നു വന്ന് വചനം പ്രസംഗിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ. സ്തോത്രം. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കടന്നു വരാം. എല്ലാ ദൈവമക്കളും നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം നമ്മെ തന്നെ സമർപ്പിക്കാം. 5 മണിക്ക് വീണ്ടും കൂടി വന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും ബൈബിൾ സ്റ്റഡിക്കായിട്ട് കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തക്കുട്ടി സാമുവൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന കർത്താവിനെ മഹത്വപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്.
എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത് എത്രയോ ആശ്ചര്യമേ. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത് എത്രയോ ആശ്ചര്യമേ. കൺകൾ നിറഞ്ഞപ്പോൾ, ഹൃദയം തകർന്നപ്പോൾ, കൂട്ടിനായി വന്നേശുവേ. അങ്ങേ മറന്നെങ്ങും പോവില്ല, മാറില്ലെൻ ജീവൻ പോകും വരെ. എല്ലാം ദൈവം നന്മയാ